ഹലോ വെൽക്കം ടു ഇൻ്റഗ്രൽ ക്ലാസ്സസ്. ഇന്നത്തെ സെഷനിലാണ് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 11 തെർമോഡൈനാമിക്സ് ആണ്. ഇതിനകത്ത് ഫസ്റ്റ് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സിസ്റ്റം, ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അത്രേ ഉള്ളൂ. ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമെന്നിരിക്കാം, അങ്ങനെയാണെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം. A system is said to be in thermal equilibrium with itself if the temperature of the system remains constant. ഒരു സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അത്രേ ഉള്ളൂ. അടുത്തത് എന്താണ് സീറോത്ത് ലോ. സീറോത്ത് ലോ ഭയങ്കര എളുപ്പം, അതൊരു ഇത്ര വലിയ ലോജിക്കുള്ള ലോ ഒന്നുമല്ല. അതായത് ഒരു സിസ്റ്റം, ഓക്കെ, ആ ഒരു സിസ്റ്റമായിട്ട് ഇപ്പോൾ രണ്ട് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിച്ചു, സിസ്റ്റം എയും സിസ്റ്റം ബിയും. സിസ്റ്റം എയും സിസ്റ്റം സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കാം. അത് ഇവർ രണ്ടുപേരും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ സിസ്റ്റം ബിയും സിസ്റ്റം സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കാം. അതായത് ഇവരുടെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. അതിനാണ് അതിൻ്റെ അർത്ഥം എയും ബിയും ടെമ്പറേച്ചർ ഇപ്പോൾ കോൺസ്റ്റൻ്റ് തന്നെ ആയിരിക്കില്ലേ. അത്രേ ഉള്ളൂ. അതാണ് ലോജിക്ക് കേട്ടോ. ടു സിസ്റ്റംസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം സെപ്പറേറ്റ്ലി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കാം, ഓക്കെ. അതേപോലെ വേറെ രണ്ട് സിസ്റ്റംസ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കാം. അതിലൊരു കോമൺ ആയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവർ മൂന്ന് പേരും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അത് ഇവരുടെ എല്ലാവരുടെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ലോജിക്ക്. അത്രേ ഉള്ളൂ. സീറോത്ത് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും സിയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ബിയുടെയും സിയുടെയും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എയുടെയും ബിയുടെയും ടെമ്പറേച്ചർ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളൊരു ബേസിക് ലോജിക്കൽ സംഭവമാണ് കേട്ടോ ഇത്. ഇത്രേ ഉള്ളൂ, സംഭവമൊന്നുമല്ല. അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളൊരു സിസ്റ്റത്തിലേക്ക് കുറച്ച് ഹീറ്റ് കൊടുക്കുന്നതായിരിക്കും, ചൂടാക്കി ഒരു സിസ്റ്റത്തിന്. അങ്ങനെയാണെങ്കിൽ ആ കൊടുക്കുന്ന ഹീറ്റ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഒന്ന് ഇൻറ്റേർണൽ എനർജി കൂട്ടാനായിട്ട്, അതായത് സിസ്റ്റത്തിൻ്റെ എനർജി ഉണ്ടല്ലോ, ആ എനർജി കൂട്ടാനായിട്ട് ഉപയോഗിക്കും. ബാക്കി വരുന്നത് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതായത് ഞാൻ കൊടുക്കുന്ന ഹീറ്റിനെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഒന്ന് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ, ഈ ഡെൽറ്റ യു ആണ് ഇൻറ്റേർണൽ എനർജി, ഡെൽറ്റ ഡബ്ല്യു നമ്മൾക്ക് കിട്ടുന്ന വർക്ക്, ഡെൽറ്റ ക്യൂ നമ്മൾ കൊടുത്ത ഹീറ്റ്. അപ്പോൾ ഞാൻ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഹീറ്റ് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. ഒന്ന് ഇൻറ്റേർണൽ എനർജി കൂട്ടാനായിട്ട്, ഓക്കെ, ഇൻറ്റേർണൽ എനർജി കൂട്ടാനായിട്ടും അതേപോലെ വർക്ക് ചെയ്യാനായിട്ട്. ഇത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ദ ഹീറ്റ് സപ്ലൈ ടു എ സിസ്റ്റം ഈസ് പാർട്ട്ലി യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ആൻഡ് ദ റെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡു വർക്ക് ഓൺ ദി എൻവയൺമെൻറ്റ്. അത്രേ ഉള്ളൂ. അടുത്ത ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എന്തിന് അക്കോർഡൻസ് ആണെന്ന്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്ക് ആയിരിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. മിക്ക ചോദ്യങ്ങളും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്ക് ഓക്കെ ആയിരിക്കും എന്നാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിക്ക് ഓക്കെ ആണ്. കാരണം എന്താ, നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ അകത്ത് കുറച്ച് എനർജി കൂട്ടാൻ ഉപയോഗിക്കും, ബാക്കി വർക്ക് ചെയ്യാൻ ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ എനർജി നഷ്ടമൊന്നുമില്ല, കൊടുക്കുന്നത് ഈസ് ഈക്വൽ ടു കിട്ടുന്നതാണ്. അത്രേ ഉള്ളൂ കേട്ടോ. വലിയ സംഭവമൊന്നുമില്ല അതിനകത്ത്. അടുത്ത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ് മേഴ്സ് റിലേഷൻ എന്ന് പറയും. സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ എന്ന് പറയുന്ന ഈ മേഴ്സ് റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ഓക്കെ. നമ്മുടെ ഫസ്റ്റ് ലോ അറിയാമല്ലോ, ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ അറിയാമല്ലോ. ഫസ്റ്റ് ലോയുടെ ഇക്വേഷൻ ഇതാണ്, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അതൊന്ന് ഇവിടെ എഴുതാം. അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡി ക്യൂ എന്ന് എഴുതുന്നുണ്ട്. ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ, ഡി ഡബ്ല്യു എന്ന് എഴുതാം. ഈ ഡെൽറ്റ ഡബ്ല്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഡെൽറ്റ വി ആണ്, ഒന്ന് ഓർത്തോളണം. ഇപ്പോൾ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി വർക്കാണ്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി വി എന്നാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് എഴുതാം. ഇപ്പോൾ ഡി ക്യൂ ഇസ് ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി ഇങ്ങനെ വരും, ഓക്കെ. കാരണം വർക്കിൻ്റെ ഇക്വേഷൻ പി വി ആയതുകൊണ്ട്. ഇത്രയും ക്ലിയർ ആണല്ലോ, ഓക്കെ. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതി. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതിയെങ്കിൽ ഇനി അത് ഉപയോഗിച്ച് നമുക്കിനി ഓരോന്ന് കണ്ടുപിടിക്കാം. സി പിയും സി വിയും കണ്ടുപിടിക്കാം. നമ്മൾ സി പിയും സി വി തമ്മിലുള്ള ബന്ധമാണല്ലോ ചോദിച്ചേക്കണേ. ഫസ്റ്റ് നമുക്ക് സി വി കണ്ടുപിടിക്കാം. എന്താ സി വി? എന്താ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം.
സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയമാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, അതാണ് സി വി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പം അതിൻ്റെ സി വി എന്നാണ് പറയുക. സി വിയുടെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി ടി ആണ് കേട്ടോ. ഡി ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണ്. ഡി ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അപ്പോൾ നമുക്കിവിടെ വി എന്ന് എഴുതണം. ഇനി ഡി ക്യൂ എന്താണ്? ഡി ക്യൂൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, ഇതാണ് ഡി ക്യൂ. അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? രണ്ടിനെയും നമ്മൾ ഡി ടി കൊണ്ട് ഡിവൈഡ് ചെയ്യണം ആണല്ലോ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കിക്കോളേ, കോൺസ്റ്റൻറ്റ് വോളിയം കേസാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഈ കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ ഈ ഡി വി അപ്പം എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം. അത് 0 ആയിരിക്കില്ലേ? അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഡി ക്യൂ ബൈ ഡി ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി യു ബൈ ഡി ടി മാത്രം എഴുതിയാൽ മതി. ഡി യു ബൈ ഡി ടി മാത്രം എഴുതിയാൽ മതി. ഈ പി ഡി വി ബൈ ഡി ടി എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണല്ലോ അല്ലേ? കാരണം ഡി ക്യൂന് 2 എണ്ണം ഉണ്ട്, പക്ഷേ പി ഡി വി എഴുതേണ്ട ആവശ്യമില്ല. കാരണം വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡി വി 0 ആയിരിക്കും. ഡി വി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വോളിയം. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ചേഞ്ച് ഇല്ലല്ലോ, അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ എടുക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. അതാണ് സി പി. സി പിയുടെ കാര്യത്തിൽ പ്രഷർ മാത്രമേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൂ, വോളിയം കോൺസ്റ്റൻ്റ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പി ഡി വി ഉപയോഗപ്പെടും. ഓക്കെ, സി പി എന്ന് എഴുതാം. സി പി ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി തന്നെ, പക്ഷേ അറ്റെന്തായിരിക്കും? കോൺസ്റ്റൻറ്റ് പ്രഷർ ആയിരിക്കും. അപ്പോൾ അവിടെ ഇത് രണ്ടും എഴുതേണ്ടി വരും. ഡി യു ബൈ ഡി ടി പ്ലസ്, കണ്ടില്ലേ ഈ ഇക്വേഷൻ നമ്മൾ എഴുതിയേക്കുന്ന ഈ 2 പേരെയും ടി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഡി യു ബൈ ഡി ടിയും വരും. പിന്നെ അതേപോലെ തന്നെ പി ഡി വി ബൈ ഡി ടിയും വരും. രണ്ടും അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിൽ. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി എന്ത് ഈ ഡി യു ബൈ ഡി ടി എന്താ? ഡി യു ബൈ ഡി ടി ഇത് എവിടെ വെച്ചേക്കുന്നു? ഡി യു ബൈ ഡി ടി ആണ് ഇത് ഈ കാണുന്നത്, സി വി അല്ലേ? നമ്മൾ ഓൾറെഡി എഴുതിയായിരുന്നു. ഡി യു ബൈ ഡി ടി എന്ന് വെച്ചാൽ സി വി ആണ്. അപ്പോൾ ഈ ഡി യു ബൈ ഡി ടിക്ക് വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? സി വി എന്ന് എഴുതാം. സി വി പ്ലസ് പി ഡി വി ബൈ ഡി ടി ആണ്. കാരണം ഡി യു ബൈ ഡി ടിക്ക് പകരം സി വി എഴുതാൻ നേരത്തെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പി ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ഇനി വേറൊരു സംഭവം, നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാമല്ലോ. അത് 1 മോളിന് എടുക്കാതെ, കാരണം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി ഒക്കെ വന്നാൽ എപ്പോഴാണ്? 1 മോളിൻ്റെ കേസിലാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഫോർ 1 മോൾ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താ? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പഠിച്ചിട്ടുണ്ട്. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. ഇത് എൻ ആണ് മോൾസിൻ്റെ എണ്ണം. 1 മോളാണെങ്കിലോ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടിക്ക് പകരം എന്നോടെ 1 വരും. ഇപ്പോൾ 1 ആർ ടി എന്ന് വരും, അല്ലെങ്കിൽ ആർ ടി എന്ന് വരും. പി വി ഇസ് ഈക്വൽ ടു ആർ ടി ആണല്ലോ. ഇതിൽ നിന്ന് ഈ പി വി എന്തായിരിക്കും? പി വി ഇസ് ഈക്വൽ ടു ആർ ടി അല്ലേ? സോ അങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? 1 ആർ ടി ആണ്. ഇതിനൊന്ന് ഡെറിവേറ്റീവ് എടുക്കാം. ഓക്കെ, ഇതിൻ്റെ വേണമെങ്കിൽ നമുക്കൊന്ന് ഡെറിവേറ്റീവ് എടുക്കാം. പി ഡി വി ഇസ് ഈക്വൽ ടു, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും? പി ഡി വി ഇസ് ഈക്വൽ ടു ആർ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, 2 സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുകയാണ്. അപ്പോൾ പി ഡി വി ഇസ് ഈക്വൽ ടു ആർ ഡി ടി. കാരണം പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്, ആറും കോൺസ്റ്റൻ്റ് ആണ്, ബാക്കി 2 കോൺസ്റ്റൻ്റ് അല്ല. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും ആർ ഈസ് ഈക്വൽ ടു പി ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഇക്വേഷനില്ലേ, ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. 1 എന്ന് എടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ ടി എല്ലാം ക്യാപിറ്റൽ ടി ആണ്, കാരണം ടെമ്പറേച്ചറാണ്, ടൈം അല്ലായിരുന്നു, ടെമ്പറേച്ചറാണ്. ടി എല്ലാം ക്യാപിറ്റൽ ടി തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, കാരണം ടൈമിന് നമ്മൾ സ്മോൾ ലെറ്റർ ടി എഴുതാറുള്ളതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷനാണ്. അപ്പോൾ എല്ലാത്തിനും ക്യാപിറ്റൽ ടി എഴുതായിരിക്കും നല്ലത്. ഇത്രയും അതേപോലെ തന്നെ. ഇനി ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് ഇക്വേഷനിൽ എന്താ ഉള്ളത്? സി വി പ്ലസ് പി ഡി വി ബൈ ഡി ടി എന്നാണ് ഉള്ളത് അല്ലേ? സി വി പ്ലസ് പി ഡി വി ബൈ ഡി ടി. ഈ പി ഡി വി ബൈ ഡി ടി എന്താ നമുക്കിപ്പോൾ കിട്ടിയേക്കണേ?
അത് 6 കിട്ടിയേക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് പി ഡി വി ബൈ ഡി ടി എന്നായിരുന്നു. അപ്പോൾ ഈ പി ഡി വി ബൈ ഡി ടി എന്താ 6. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് 6. അല്ലെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് എഴുതുവാണെങ്കിൽ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇതാണ് മേഴ്സ് റിലേഷൻ. ഓക്കെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടി കഴിയുമ്പോഴത്തേക്കും സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. അതാണ് മേഴ്സ് റിലേഷൻ ചെയ്യുന്ന രീതി കേട്ടോ. കുറച്ച് ലോങ് ആണ്, പക്ഷേ ചെയ്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് സി പി എപ്പോഴും വലുതെന്ന് ചോദിച്ചാണ് സി വിനേക്കാളും? എന്ത് ഈ സി പി എന്ത്? സി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മോൾ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാനുള്ളത്. അതാണ് സി പിയും സി വിയും. ഓക്കെ, ഒരെണ്ണം കോൺസ്റ്റൻറ്റ് പ്രഷറിലും ഒരെണ്ണം കോൺസ്റ്റൻറ്റ് വോളിയത്തിലും. 1 മോൾ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടാൻ വേണ്ട ഹീറ്റാണ് ഈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ സി പിയും, കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ സി വിയും വരും. ഓക്കെ, കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ സി വി എന്നും വരും. ഇനി അതിൻ്റെ അകത്ത് ഗ്യാസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ when ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം, നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഇൻറ്റേർണൽ എനർജിക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ കുറച്ച് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇവിടെ സി വിയുടെ കേസിൽ കുറച്ച് മുമ്പ് പറഞ്ഞാണ്, സി വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി യു ബൈ ഡി ടി ആണ്. അവിടെ ഇൻറ്റേർണൽ എനർജി മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ ഇൻറ്റേർണൽ എനർജി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്തോ സി പിയുടെ കേസിലോ അവിടെ ഇൻറ്റേർണൽ എനർജി മാത്രമല്ല ഉള്ളത്. സി പിയുടെ കേസിൽ 2 എണ്ണം ഉണ്ട്. ഓക്കെ, ഇൻറ്റേർണൽ എനർജിയുടെ കൂടെ വർക്കും കൂടെ വരും. അപ്പോൾ അവിടുത്തെ ഹീറ്റ് 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇൻറ്റേർണൽ എനർജി കൂട്ടാനും ഉപയോഗിക്കും, വർക്ക് ചെയ്യാനും ഉപയോഗിക്കും. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളേ, നമ്മൾ ഗ്യാസ് ഹീറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ ആ ഹീറ്റ് മൊത്തം ഇൻറ്റേർണൽ എനർജി കൂട്ടാനായിട്ട് ഉപയോഗിക്കുള്ളൂ. പക്ഷേ ഗ്യാസ് ഹീറ്റ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിലോ ഇൻറ്റേർണൽ എനർജി കൂട്ടാനും ഉപയോഗിക്കും, വർക്ക് ചെയ്യാനും ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ഹീറ്റ് കൊടുത്താലാണ് നമുക്ക് ഇൻറ്റേർണൽ എനർജി കൂട്ടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് സി പി സി വിനേക്കാളും വലുതായത്. ക്ലിയർ ആണല്ലോ? ഇതൊന്നുകൂടെ പറയാം. നമ്മൾ ഹീറ്റ് കൊടുക്കുന്നത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെങ്കിൽ നേരെ ഇൻറ്റേർണൽ എനർജി മാത്രം കൂട്ടിയാൽ മതി. അപ്പോൾ എളുപ്പം നടക്കും. പക്ഷേ ഹീറ്റ് കൊടുക്കുന്നത് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ ഇൻറ്റേർണൽ എനർജിയുടെ കൂടെ തന്നെ വർക്കും ചെയ്യേണ്ടി വരും. സോ കുറേ ഹീറ്റ് കൊടുത്താലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അളവിലേക്ക് ഇൻറ്റേർണൽ എനർജി കൂടുകയുള്ളൂ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണെങ്കിൽ. അതുകൊണ്ടാണ് സി പി ഈസ് ഗ്രേറ്റർ ദാൻ സി വി. വെൻ ദ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ, ദ ഹീറ്റ് ഈസ് യൂസ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ആസ് വെൽ ആസ് ഡൂയിങ് വർക്ക്. 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇനി വാട്ട് ആർ തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേരിയബിൾസ്, അതായത് നമുക്കൊരു തെർമോഡൈനാമിക് സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ ആ തെർമോഡൈനാമിക് സിസ്റ്റം ഏത് കണ്ടീഷനിലാണ്, ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് വാല്യൂസ് അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ, പ്രഷർ, അതൊക്കെ നമ്മുടെ ആ സിസ്റ്റം ഇപ്പോൾ ഏത് കണ്ടീഷനിലാണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വാല്യൂസാണ്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്. ഓക്കെ, ദിസ് വാല്യൂസ് ദാറ്റ് വി യൂസ്, ഇത്രയും വലിയ സെൻറ്റൻസും വേണമെന്നില്ല. ദ വാല്യൂസ് ദാറ്റ് വി യൂസ് ടു റെപ്രസെൻറ്റ് ഓർ എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻ ഓഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ആണെന്നത് തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്. അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എക്സാമ്പിളായിട്ട് പ്രഷറും ടെമ്പറേച്ചറും മാസും എൻട്രോപ്പി എന്താൽപ്പി ഒക്കെ പറയാം. അതായത് നമ്മുടെ സിസ്റ്റം ഇപ്പോൾ ഏത് കണ്ടീഷനിലെന്ന് പറയാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. ആ സിസ്റ്റത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ പറഞ്ഞു തരിക. അയാൾ പറയുമ്പോൾ പറയാമല്ലോ, ഇത്ര ടെമ്പറേച്ചറിലാണ്, ഇത്ര വോളിയത്തിലാണ്, ഇത്ര പ്രഷറിലാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടല്ലേ ഒരു സിസ്റ്റത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ പറയുള്ളൂ. അപ്പോൾ ആ വേരിയബിൾസ് ആണ് എന്ത്? തെർമോഡൈനാമിക് സ്റ്റേറ്റ് വേരിയബിൾസ്. ഇനി എന്താണ് ഇക്വേഷൻ ഓഫ് എ സ്റ്റേറ്റ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലേ, അവർ തമ്മിലുള്ള കണക്ഷനാണെന്ത്? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. അവർ തമ്മിലൊരു ഇക്വേഷനൊക്കെ ഉണ്ടാവും. ആ ഇക്വേഷനാണ് എന്ത്? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് കേട്ടോ. അതായത് സ്റ്റേറ്റ് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അത് പറയുന്നതാണ് എന്ത്? ഇക്വേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അടുത്തത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? പി വി ഇസ് ഈക്വൽ ടു മ്യൂ ആർ ടി അവിടെ എഴുതി വെച്ചാണ്. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി പഠിച്ചാൽ മതി, എൻ്റെ ആവശ്യമുള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്.
നമ്പർ ഓഫ് മോൾസ് ആണ് ഈ എൻ എന്ന് പറയുന്നത്. പി അറിയാലോ, പ്രഷർ, വി വോളിയം, ആറ് ഐഡിയൽ ഗ്യാസിൻ്റെ കോൺസ്റ്റൻറ്റ്, പിന്നെ ടി ടെമ്പറേച്ചറും. ടെമ്പറേച്ചർ എഴുതുമ്പോൾ കെൽവിനിൽ എഴുതാനുള്ള ഓർത്തോണം. അടുത്ത എന്താണ് എക്സ്റ്റെൻസീവ് വേരിയബിൾ, പിന്നെ എന്താണ് ഇൻറ്റൻസീവ് വേരിയബിൾ. ഇതിനേക്കാളും നല്ല ഡെഫിനിഷൻ കെമിസ്ട്രി പ്രിൻറ്റിലുള്ള ഡെഫിനിഷനാണ്. അതായത് എക്സ്റ്റെൻസീവ് വേരിയബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോഡൈനാമിക് വേരിയബിൾസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അതായത് ആ സിസ്റ്റത്തിൻ്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, എന്തോരം ഉണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ മാസ് ഓഫ് ദി സിസ്റ്റം, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എക്സ്റ്റെൻസീവ്. ഇപ്പോൾ ഇൻറ്റൻസീവ് ആണെങ്കിലോ ഇൻഡിപെൻഡൻറ്റ്, ഇൻറ്റൻസീവ് ഇൻഡിപെൻഡൻറ്റ്. The thermodynamic state variables that do not depend upon that are independent of the mass of the system. ഓക്കെ, അപ്പോൾ മാസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല, അതാണ് ഇൻറ്റൻസീവും. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റെൻസീവ് വേരിയബിൾസ്. ഇപ്പോൾ പ്രഷറും ടെമ്പറേച്ചറൊന്നും ഓരോന്നിൻ്റെ മാസിനെ നോക്കിയിട്ടല്ല വരുന്നത്, പക്ഷേ വോളിയമൊക്കെ അതിൻ്റെ മാസ് അനുസരിച്ച് മാറും. കുറച്ച് ചെറുതാണെങ്കിൽ ചെറിയ വോളിയായിരിക്കും, വലുതാണെങ്കിൽ വലിയ വോളിയായിരിക്കും. സോ വോളിയം ഇൻറ്റേർണൽ എനർജിയൊക്കെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ പ്രഷറും ടെമ്പറേച്ചറൊന്നും അങ്ങനെയല്ല. ഇനി അടുത്ത് എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ്, ആ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആണെന്നിരിക്കാം. ഓക്കെ, ഭയങ്കര സ്ലോ ആണെന്നിരിക്കാം. ആ പ്രോസസ്സ് നടക്കുന്നത് ഭയങ്കര സ്ലോ ആയിട്ട് നമുക്കതിനെ എപ്പോൾ വേണമെങ്കിലും റിവേഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഭയങ്കര സ്ലോ ആണ്, അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ഇക്വിലിബ്രിയത്തിലാണെന്ന്. അതിപ്പോൾ ഒരു പ്രോസസ്സ് ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ നമുക്ക് അതിനകത്തുള്ള വ്യത്യാസങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അതാണ് ഇക്വിലിബ്രിയത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ഒരു പ്രോസസ്സ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് അതിനകത്തുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റത്തില്ല. അത് മാറുന്നുണ്ടോ ഇല്ലയോ, മാറുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കും, അങ്ങനെ നമുക്ക് തോന്നുള്ളൂ ഒരു സാധനം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ. പക്ഷേ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ലോ ആയിട്ട് മാറും. ഒരു പ്രോസസ്സ് ആകുമ്പോൾ അവിടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവണം. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും, പക്ഷേ അത് ഭയങ്കര സ്ലോ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കത് മനസ്സിലാവില്ല ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണ് താനും, പക്ഷേ പ്രോസസ്സ് നടക്കുന്നുണ്ട് എൻ്റെ കൂടെ. അങ്ങനെയുള്ള പ്രോസസ്സാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ഓക്കെ, സോ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ് ഈസ് ആൻ ഇൻഫിനിറ്റ്ലി സ്ലോ പ്രോസസ് സച്ച് ദാറ്റ് ദ സിസ്റ്റം റിമെയിൻസ് ഇൻ തെർമൽ ആൻഡ് മെക്കാനിക്കൽ ഇക്വിലിബ്രിയം വിത്ത് ദ സറൗണ്ടിങ്സ് ത്രൂ ഔട്ട്. അതായത് ഒരു സംഭവം, ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാകില്ല. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പ്രോസസ്സ് നടക്കില്ല. പക്ഷേ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് രണ്ടിനോട് മിക്സ് ആണ്, കാരണം അത്രയും സ്ലോ ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാണ് താനും, പക്ഷേ ഒരു പ്രോസസ്സ് സ്ലോലി നടക്കുന്നുണ്ട്. അതാണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ദാറ്റ് ആർ സഫീഷ്യൻ്റ്ലി സ്ലോ ആൻഡ് ഡു നോട്ട് ഇൻവോൾവ് ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് പിസ്റ്റൺ. ഇപ്പോൾ ഒരു പിസ്റ്റൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നമുക്ക് കൂട്ടാം, പക്ഷേ പിസ്റ്റൺ അത്രയും സ്ലോ ആയിരിക്കണം. അത്രേ ഉള്ളൂ. സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് പറയാൻ വെച്ചാൽ മതി. ഓക്കെ, സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല അത് നടക്കുന്നുണ്ട് എന്ന്, പക്ഷേ അത്രയും സ്ലോ ആയിട്ട് നടക്കുന്നുണ്ടാവും. കുറേ സമയം എടുക്കുക ചെയ്ത് വരാനായിട്ട്. അങ്ങനെയുള്ള പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് വെച്ചൊരു കാര്യം നടക്കുക. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും നടക്കാതിരിക്കുക. രണ്ടിനോട് ഒരു മിക്സാണ്. അടുത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സസ് ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ അറിയാമല്ലോ. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി പ്ലസ് വർക്കാണെന്നറിയാം. ഈ വർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി, അല്ലെങ്കിൽ പി ഡി വി എന്നോ പി ഡെൽറ്റ വി എന്നല്ല എഴുതാം. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്നാണ്. ഓക്കെ, ഇത്രയൊക്കെ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഓരോ നോക്കാം. ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഡെൽറ്റ യുവിനൊരു ഇക്വേഷൻ ഉണ്ട്, സി വി ഡെൽറ്റ ടി. സി വി ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ യുവിനൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി പ്ലസ് പി ഡെൽറ്റ വി. കേട്ടോ, ഇത്ര അറിയാമെങ്കിൽ നമുക്കിതെല്ലാം പഠിക്കാം. അപ്പോൾ ഐസോതെർമൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് അല്ലേ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സി വി ഡെൽറ്റ ടിയിൽ ഡെൽറ്റ ടി 0 ആയിപ്പോവില്ലേ. അപ്പോൾ ഈ ഭാഗം കട്ടായിപ്പോവും. ആകെ എന്താ ബാലൻസ് ഉള്ളത്? പി ഡെൽറ്റ വി മാത്രമോ. പി ഡെൽറ്റ വി എന്ന് വെച്ചാൽ എന്താ? വർക്ക്. അതുകൊണ്ടാണ് ഇതിനകത്ത് ഡെൽറ്റ ഡബ്ല്യു മാത്രം വന്നത്. ഇത്രേ ഉള്ളൂ. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെൽറ്റ ടി 0. ഡെൽറ്റ ടി 0 ആണെങ്കിൽ പിന്നെ അത് മാത്രമേ പോകത്തുള്ളൂ. ഇനി ഐസോ ബാർക്ക് കേട്ടോ. ഐസോ ബാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. പ്രഷർ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തെ വരുമ്പോഴത്തേക്ക് ഐസോ ബാർക്കിനകത്ത് പ്രഷർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വ്യത്യാസം വരാനില്ല. കാരണം പ്രഷർ ഇവിടെ അല്ലെങ്കിലും ജസ്റ്റ് ഒരു വാല്യൂ മാത്രമാണ്, അതിന് ചേഞ്ച് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് നടക്കാനൊന്നുമില്ല. അത് കോൺസ്റ്റൻ്റ് ആയിക്കോട്ടെ, ഒരു വിഷയമില്ല.
ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത് മൂന്നാമത് കണ്ട, അതുകൊണ്ടാണ് ഫുൾ ഇക്വേഷൻ കിട്ടി കേട്ടോ രണ്ടാമത്തേന്. ഐസോബാറിക്കിന് ഫുൾ ഇക്വേഷൻ കിട്ടി. ഇനി ഐസോകോറിക്ക് നോക്കാം. ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഡെൽറ്റ വി ഉണ്ടാവില്ല, കാരണം ചേഞ്ച് ഇല്ലല്ലോ, കോൺസ്റ്റൻ്റ് അല്ലേ. സോ ഇത് കട്ടായിപ്പോയി. പിന്നെ ബാലൻസ് എന്താ ഉള്ളത്? ഇത് മാത്രം. അതെന്താ? അത് ഡെൽറ്റ യു ആണ്. സോ അതുകൊണ്ടാണ് അവിടെ ഡെൽറ്റ യു വന്നത്. ഇനി അഡയബാറ്റിക് എന്ന് വെച്ചാൽ ഹീറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഹീറ്റ് കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ നേരത്തെ ശ്രദ്ധിച്ച് നോക്കിയാൽ അപ്പോൾ ഈ ഡെൽറ്റ ക്യൂ 0 ആയി. ഡെൽറ്റ ക്യൂ 0 ആയി, പിന്നെ ബാലൻസ് എന്താ ഉള്ളത്? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു എന്ന് കിട്ടും. അത്രേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. അതാണ് ഇത് ഇവിടെ എഴുതി വെച്ചാണ്. ഇത് ഓരോന്നിനൊരു കാരണമുണ്ട്. അപ്പോൾ തെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഐസോബാറിക് പ്രഷർ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റൻറ്റ്, അഡിയബാറ്റിക്കിൽ ഹീറ്റ് കോൺസ്റ്റൻറ്റ്. ഓക്കെ. ഇനി അടുത്തത് ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷനാണ്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നാണ്, അല്ലെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നും പറയാം. ഓക്കെ. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്നുള്ള ഇക്വേഷനാണ്, പക്ഷേ ടി കോൺസ്റ്റൻ്റ് അല്ലേ, എന്നും ഒരു നമ്പർ ആയിരിക്കും, ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ പി വി ഇസ് ഈക്വൽ ടു കെ. ഇനി കണക്ക് പിടിച്ച് വെച്ചോളണം. അഡയബാറ്റിക് ആണെങ്കിൽ പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കെ. ഓക്കെ. പി വി ഈസ് ഈക്വൽ ടു ഗാമ, പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ കെ. ഗാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ബൈ സി വി ആണ്. അതൊന്ന് മനസ്സിലാക്കി വെച്ച് വെച്ചാൽ മതി. ഗാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ബൈ സി വി ആയിരിക്കും, റേഷ്യോ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ പി വി റേസ് ടു ഗാമ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. കണക്ക് പിടിച്ച് വെച്ചോളാം കേട്ടോ. ഇനി അടുത്തത് ഇതാണ്. ഇനി ഡെറിവേഷൻസ് ഒരു 3 എണ്ണം പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. 3 ഡെറിവേഷൻ അത്യാവശ്യം വലുതുമാണ്, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ചാപ്റ്ററിലുള്ള ഡെറിവേഷൻസ്. ക്ലിയർ ആക്കി പഠിച്ച് വെക്കണം. ഓക്കെ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ബൈ ആൻ ഐഡിയൽ ഗ്യാസ് ഡ്യൂറിങ് എ ഐസോതെർമൽ പ്രോസസ്. നമ്മൾ വർക്കിൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? ഡെൽറ്റ ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി എന്നല്ലേ. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഡെറിവേഷൻ ചെയ്യുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഇത്രയും ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചെറിയ വർക്കെന്ന്, അതിലും ചെറിയ വർക്ക്, ഏറ്റവും ചെറിയ വർക്ക് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഡി വി എന്നാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇത്ര മനസ്സിലാക്കി വെച്ചേക്കാം. അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം എന്താണ്? ഐസോതെർമൽ പ്രോസസ്സിൻ്റെ അകത്തുള്ള വർക്കിൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ചെറിയ വർക്കിനെ വലിയ വർക്കൊക്കെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എവിടെ മുതലിടം വരെ? V1 മുതൽ V2 വരെ പി ഡി വി എന്ന് ചെയ്യാം. ഓക്കെ. പി ഡി വി എന്ന് ചെയ്യാം. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഡി വി ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഇൻ്റഗ്രേറ്റ് ചെയ്യുള്ളൂ. പിക്ക് അവിടെ ബന്ധമൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീനെ വിയുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. കാരണം എന്നാലും ഇൻ്റഗ്രേഷനിൽ അതുകൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ നോക്കാം. കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. നമുക്കറിയാം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണെന്നറിയാമല്ലോ. അപ്പോൾ പി എന്തായിരിക്കും? എൻ ആർ ടി ബൈ വി ആയിരിക്കും. ഈ ഇക്വേഷൻ എടുത്ത് ഇവിടെ ഇടാം. അപ്പം നമുക്കിതിവിടെ ഉപകാരപ്പെടും. ഓക്കെ. അപ്പോൾ ഇത് ഉപകാരപ്പെടുമ്പോൾ ഇങ്ങനെ വരും. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ V1 ടു V2. പിക്ക് വരെ ആര് വരും? എൻ ആർ ടി ബൈ വി എന്ന് വരും. എൻ ആർ ടി ബൈ വി ഡി വി. അടുത്ത് നമുക്കിവിടെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഡബ്ല്യു ഈസ് ഈക്വൽ ടു, ഓക്കെ, ഈ എൻ ആർ ടി കോൺസ്റ്റൻ്റ് അല്ലേ. എൻ ആർ ടിക്ക് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, കാരണം ഡി വിക്കും വിക്കും മാത്രമേ ബന്ധമുള്ളൂ. അപ്പോൾ ഈ എൻ ആർ ടീൻ്റെ അടുത്ത് പുറത്തേക്കിടാം. ഇൻ്റഗ്രേഷൻ അങ്ങനെയാണ്, ബന്ധമില്ലാത്തവരുടെ അടുത്ത് പുറത്തേക്കിടാം. V1 ടു V2 ഡി വി ബൈ വി എന്ന് കിട്ടും. ഓക്കെ. ഡി വി ബൈ വി എന്ന് കിട്ടി. ഇതിൻ്റെ അകത്ത് ഈ ഡി വി ബൈ വിയുടെ കാണാണ്ട് പഠിച്ചോളണം. അതിൻ്റെ ഉത്തരം ലോഗാണ് കേട്ടോ. ലോഗാണ് ഡി വി ബൈ വിയുടെ ഇക്വേഷൻ. ലോഗാണ്. ലോഗ് അല്ലെങ്കിൽ നാച്ചുറൽ ലോഗ് എന്ന് പറയും, എൽ എന്ന് പറയും. അത് മനസ്സിലാക്കി പഠിച്ചോളണം. ഡി വി ബൈ വിയുടെ ഇൻ്റഗ്രൽ എൽ എൻ ആണ്. കുറച്ച് കണ്ടുപിടിക്കാനുണ്ട്, ഇൻ്റഗ്രേഷൻ അടുത്തോളം പഠിക്കും. ഇപ്പോൾ എൻ ആർ ടി എൽ എൻ വി എന്ന് വരും. ഓക്കെ. എൽ എൻ വി എവിടെ മുതലിടം വരെ? V1 മുതൽ V2 വരെ. ഇനി ഈ V1ഉം V2 ഉള്ളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഡബ്ല്യു ഈസ് ഈക്വൽ ടു എൻ ആർ ടി ബ്രാക്കറ്റിൽ എൽ എൻ V2 മൈനസ് എൽ എൻ V1 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഈ നാച്ചുറൽ ലോഗിന് വേറൊരു ഇക്വേഷൻ കൂടെ ഉണ്ട്.
ഇങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യുവാണെങ്കിൽ, രണ്ട് നാച്ചുറൽ ലോഗിനെ നമ്മൾ സബ്ട്രാക്റ്റ് ആണെങ്കിൽ, ലോഗിന് സബ്ട്രാക്റ്റ് ആണെങ്കിൽ അവർ നമുക്ക് ഇങ്ങനെ എഴുതാം, ln v2/v1 എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫൈനൽ ആൻസർ വന്നിട്ട് W = nRT ln v2/v1 ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇൻ്റഗ്രേഷനാണ് ബേസിക്കലി, പക്ഷേ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. മനസ്സിലാക്കി പോയാൽ മതി. ഇത് എന്തുകൊണ്ട് ലാസ്റ്റ് ഇങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാച്ചുറൽ ലോഗിന് മാത്രമുള്ള പ്രത്യേകതയാണ് കേട്ടോ അങ്ങനെ എഴുതാൻ പറ്റണേ. ln അല്ലെങ്കിൽ ലോഗിനൊക്കെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകതയാണ് കാണുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത് ഇതിൻ്റെ ഇത്തിരി വലിയൊരു ഡെറിവേഷൻ ചെയ്യാനുണ്ട് ഇനി. അടുത്ത വർക്ക് ഡൺ ബൈ ഐഡിയൽ ഗ്യാസ് ആണ് ഡ്യൂറിങ് അഡയബാറ്റിക് പ്രോസസ്സ്. ഇവിടെയും ഇതുപോലെ തന്നെ, പക്ഷേ കുറച്ച് വ്യത്യാസത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ എഴുതാം. ചെറിയ dW = ഇൻ്റഗ്രൽ v1 to v2 pdv എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നേരത്തെ പോലെ PV = nRT അല്ല. PV = nRT അല്ല. പകരം ഇതിപ്പോൾ ചോദിച്ചേക്കുന്നത് എന്താ? അഡയബാറ്റിക് പ്രോസസ്സിലുള്ള വർക്കാണ്. ഓക്കെ, അഡയബാറ്റിക് പ്രോസസ്സിലുള്ള വർക്കാണ്. അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? PV⁻γ. ഇതാണ് അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ഇക്വേഷൻ കേട്ടോ. ഇപ്പോൾ PV = nRT അല്ല എടുക്കേണ്ടത്, PV⁻γ ഈസ് എ കോൺസ്റ്റൻ്റ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഈ പിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടാണ്. PV⁻γ = കോൺസ്റ്റൻ്റ് എന്നായിരിക്കും. അപ്പോൾ P എന്താ? കോൺസ്റ്റൻ്റ് ബൈ V⁻γ എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ V⁻γ മേളിലേക്ക് എഴുതിയാൽ ഇങ്ങനെ കിട്ടും, K × V⁻−γ ഇങ്ങനെ കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ പിക്ക് വരെ എടുത്ത് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തോളാം. ഇത് 1 എന്നും ഇത് 2 എന്നും കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1 എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1 DW അല്ലൊരു വർക്കാണ്, കാരണം ഇൻ്റഗ്രേറ്റ് ചെയ്തല്ലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ W = ഇൻ്റഗ്രൽ v1 to v2 K × v⁻−γ × dv എന്ന് കിട്ടും. അതായത് പിക്ക് പകരം ആര് വന്നു? K × v⁻−γ വന്നു. ഇനി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് കാണാണ്ട് പഠിച്ചോളണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കാണാണ്ട് പഠിക്കുക. K ഇവിടെ കിടന്നോട്ടെ. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് v⁻1−γ/1−γ എന്ന് കിട്ടും. കാണാണ്ട് പഠിച്ച് വെച്ചോളാം കേട്ടോ. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും v⁻1−γ/1−γ എന്ന് കിട്ടും. അതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ v1നെയും v2നെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഈ 1−γ പുറത്തേക്ക് എടുക്കാം, കാരണം അതിന് പ്രത്യേകിച്ച് v1 v2 ബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് K/1−γ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും, K × ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, വീടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v2⁻1−γ മൈനസ് v1⁻1−γ/1−γ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ K എടുത്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. K എടുത്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, K ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, ബ്രാക്കറ്റ് ഇടരുത് ഇവിടെ. K × v2⁻1−γ മൈനസ് K × v1⁻1−γ ഡിവൈഡഡ് ബൈ 1−γ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ K എന്താണ്? K എന്ന് വെച്ചാൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. PV⁻γ ഈസ് എ കോൺസ്റ്റൻ്റ്. PV⁻γ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു കാര്യം കൂടെ എഴുതി വെച്ചേക്കാം. PV⁻γ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വേണേൽ വരാമല്ലോ. P1 v1⁻γ എന്നും വരാം, P2 v2⁻γ എന്നും വരാം. കാരണം PV⁻γ കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോണ ഇത്രേ ഉള്ളൂ. ഈ v2ൻ്റെ അടുത്ത് ഉള്ള Kക്ക് പകരം P2 v2⁻γ എന്ന് എഴുതും. ഈ v1ൻ്റെ അടുത്തുള്ള Kക്ക് പകരം P1 v1⁻γ എന്ന് എഴുതും. അപ്പം ഒന്ന് ഇപ്പുറത്ത് ഒന്നുകൂടെ എഴുതിയേക്കാം. W = K × v2⁻1−γ മൈനസ് K × v1⁻1−γ ഡിവൈഡഡ് ബൈ 1−γ എന്നാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ അകത്ത് ഞാൻ ഈ v2ൻ്റെ അടുത്തില്ലേ, v2ൻ്റെ അടുത്തുള്ള Kയുടെ അവിടെ P2 v2
റേസ് ടു ഗാമ എന്ന് എഴുതും കെക്ക് പകരം. എന്നിട്ട് V2 റേസ് ടു 1 മൈനസ് ഗാമ എന്ന് എഴുതും. മൈനസ് ഈ V1 അടുത്തുള്ള കെക്ക് പകരം P1 V1 റേസ് ടു ഗാമ ഇൻറ്റു V1 റേസ് ടു 1 മൈനസ് ഗാമ എന്ന് വരും. കാരണം കെക്ക് പകരം ഇത് എഴുതി വെച്ചു, അത്രേ ഉള്ളൂ. രണ്ട് സ്ഥലത്തും വെറൈറ്റീസ് ആണല്ലോ എഴുതി വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡിവൈഡ് ബൈ 1 മൈനസ് ഗാമ എന്ന് വരും. ഇതെല്ലാം കൂടെ അങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമല്ലോ. ഈ V2 രണ്ട് V2 ഒക്കെ അടുത്ത് വന്നില്ലേ, അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും. W ഈസ് ഈക്വൽ ടു P2 V2 മൈനസ് P1 V1 ബൈ 1 മൈനസ് ഗാമ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ. എല്ലാ കാൽക്കുലേഷൻ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും P2 V2 മൈനസ് P1 V1 ബൈ 1 മൈനസ് ഗാമ. ഇതാണ് അതിൻ്റെ ഡെറിവേഷൻ. സിമ്പിളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത് വർക്ക് ഡൺ ഇൻ ആൻ ഐസോകോറിക് പ്രോസസ്സ്. ഐസോകോറിക് പ്രോസസ്സിലുള്ള വർക്ക് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഐസോകോറിക് പ്രോസസ്സിൽ വർക്കില്ല. കാരണം വർക്കിൻ്റെ ഇക്വേഷൻ എന്താ? വർക്ക് W ഇസ് ഈക്വൽ ടു P ഡെൽറ്റ V അല്ലേ. ഐസോകോറിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ വോളിയം കോൺസ്റ്റൻ്റാണ്. വോളിയം കോൺസ്റ്റൻ്റ് ഡെൽറ്റ V എത്ര? 0 സോ വർക്ക് ഡൺ എത്ര? 0 ആയിരിക്കും. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ ബൈ എ ഗ്യാസ് ഇൻ ഐസോബാറിക് പ്രോസസ്സ്. പ്രഷർ കോൺസ്റ്റൻറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ വർക്ക് എത്രയായിരിക്കും? P ഡെൽറ്റ V തന്നെ. ഡെൽറ്റ V എന്ന് വെച്ചാൽ V2 മൈനസ് V1. സോ വർക്ക് ഈസ് ഈക്വൽ ടു P ഇൻറ്റു V2 മൈനസ് V1. അത്രേ ഉള്ളൂ. പ്രഷർ കോൺസ്റ്റൻറ്റ് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഡെൽറ്റ P ഇല്ലല്ലോ, സോ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് സൈക്ലിക് പ്രോസസ്സ്? സൈക്ലിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, സൈക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്തുന്നതാണ് സൈക്കിൾ. സൈക്ലിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം, ഓക്കെ, ഇതൊരു പ്രോസസ്സിൽ കൂടെ പോയിട്ട് തിരിച്ച് അവിടെ തന്നെ എത്തുവാണെങ്കിൽ നമ്മളതിനെ സൈക്ലിക് പ്രോസസ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇൻ എ സൈക്ലിക് പ്രോസസ്സ് ദ സിസ്റ്റം റിട്ടേൺസ് ടു ഇറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ്. അപ്പോൾ സൈക്ലിക് പ്രോസസ്സിൽ ഡെൽറ്റ U 0 ആയിരിക്കും. കാരണം ഡെൽറ്റ U ഒരു സ്റ്റേറ്റ് വേരിയബിളാണ്, പാത്ത് വേരിയബിൾ അല്ല. ഓക്കെ, അത് എന്തേ സ്റ്റേറ്റ് വേരിയബിളും പാത്ത് വേരിയബിളും. സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ എവിടെ നിൽക്കുന്നു അത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്റ്റേറ്റ്. പാത്ത് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെ കൂടെയൊക്കെ പോയോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇറ്റ്സ് എ വേരിയബിൾസ് ദാറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി പാത്ത് ഫോളോഡ്. അതാണ് പാത്ത് വേരിയബിൾ. അത്രേ ഉള്ളൂ. സ്റ്റേറ്റ് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ സ്റ്റേറ്റ്. പാത്ത് വേരിയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്ത്. അപ്പോൾ ഇത് പോയിട്ട് അവിടെ തന്നെ തിരിച്ചെത്തിയതുകൊണ്ട് സ്റ്റേറ്റ് വേരിയബിൾ എല്ലാം 0 ആയിട്ട് പോകും, അല്ലെങ്കിൽ അതിൻ്റെ ചേഞ്ച് 0 ആയിരിക്കും. സോ ഡെൽറ്റ U ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അത്രേ ഉള്ളൂ. മനസ്സിലാക്കി വെച്ചേക്കാണ്. അടുത്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പഠിച്ചായിരുന്നു. ഇനി സെക്കൻഡ് ലോ ആണ്. സെക്കൻഡ് ലോയിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കെൽവിൻ പ്ലാങ്കും ഒരെണ്ണം ക്ലോഷ്യസും. കെൽവിൻ പ്ലാങ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അത് ശരിക്കും ബേസിക്കലി എന്താ പറയണതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഹീറ്റ് എടുത്ത്, ഓക്കെ, എന്നിട്ട് നമ്മളെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതായത് കിട്ടുന്ന ഹീറ്റ് മൊത്തം വർക്കാക്കി മാറ്റാൻ പറ്റില്ല എന്നാണ് കെൽവിൻ പ്ലാങ്ക് പറയുന്നത്. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ. അത് ഹീറ്റ് എവിടെ നിന്നാണ് എടുക്കുന്നത് അതിനെ വിളിക്കുന്നവരാണ് റിസർവോയർ എന്ന് പറയുന്നത്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അത് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഇല്ല എന്ന് പറയണം. ഓക്കെ, അതായത് കുറച്ച് ഹീറ്റ് എടുത്ത് അത് മൊത്തത്തിൽ ഇപ്പോൾ 100 ജൂൾ ഹീറ്റ് എടുത്ത് വിചാരിച്ചോ, 100 ജൂൾ വർക്കായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. മിനിമം ഒരു ജൂളെങ്കിലും വെറുതെ വേസ്റ്റായിട്ട് പോകും. അത് വെറുതെ കളയേണ്ടി വരും. അതായത് അത് മൊത്തത്തിൽ നടക്കില്ല എന്താണെങ്കിലും എന്നാണ് കെൽവിൻ പ്ലാങ്ക് പറയുന്നത്. ക്ലോഷ്യസ് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൾഡർ ഒബ്ജക്റ്റിൽ നിന്ന് ഹോട്ടർ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നോ പ്രോസസ് ഈസ് പോസിബിൾ ഹൂസ് സോൾ റിസൾട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡർ ഒബ്ജക്റ്റ് ടു എ ഹോട്ടർ ഒബ്ജക്റ്റ്. അതായത് അവിടെ വേറെ എന്തെങ്കിലും വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രിഡ്ജൊക്കെ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന പ്രോസസ്സിനകത്താണ്. ഫ്രിഡ്ജ് ചുമ്മാ അങ്ങ് വർക്ക് ചെയ്യുക, തണുപ്പുള്ള സാധനത്തിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെട്ടു പോകും. അതായത് ഇപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ അതായത് ഹീറ്റ് പുറത്തേക്ക് വിട്ടിട്ടാണല്ലോ ചെയ്യുന്നത്. പക്ഷെ ചുമ്മാ അങ്ങ് നടക്കുമോ? ഇല്ല. പകരം എന്താ നടക്കുന്നത്? നമ്മൾ വർക്ക് അതിനകത്തേക്ക് ചെയ്യിച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അല്ലാണ്ട് ചുമ്മാ തണുപ്പുള്ളൊരു സാധനം കൂടുതൽ തണുപ്പായിക്കൊണ്ടിരിക്കുകയൊന്നുമില്ല. ഓക്കെ, ഒരു ഹീറ്റുള്ള സ്ഥലത്തേക്ക് ഹീറ്റ് ഇങ്ങനെ പുറത്തേക്ക് വിട്ട് അങ്ങനെ എളുപ്പത്തിൽ നടക്കുകയൊന്നുമില്ല എന്നാണ് ക്ലോഷ്യസ് പറയുന്നത്. സെക്കൻഡ് ലോ പുള്ളി അങ്ങനെ പറയുന്നത്, നോ പ്രോസസ് ഈസ് പോസിബിൾ whose sole result is the transfer of heat from a colder object to a hotter object. തണുപ്പുള്ളൊരു സാധനത്തിൽ നിന്ന് ചൂടുള്ള സാധനത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നടക്കില്ല. അത് മാത്രമായിട്ട് നടക്കില്ല, കൂടെ എന്തെങ്കിലുമൊക്കെ കൂടെ ചെയ്യണം. വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ്?
വാട്ട് ഡു യു മീൻ ബൈ റിവേഴ്സിബിൾ പ്രോസസ്സ്? റിവേഴ്സിബിൾ പ്രോസസ്സിന് ഇത്രേ ഉള്ളൂ. അതായത് ഒരു പ്രോസസ്സ് നടക്കുമെന്ന് വിചാരിച്ചോ, നമുക്ക് ആ പ്രോസസ്സിനെ അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. അതായത് യൂണിവേഴ്സിന് ഒരു ചേഞ്ചും ഇല്ല. യൂണിവേഴ്സിന് യാതൊരുവിധ ചേഞ്ചും വരുത്താതെ നമുക്ക് ഒരു പ്രോസസ്സിനെ തിരിച്ച് പഴയതുപോലെ എത്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്കതിനെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കാം. അതായത് ചെറുതായിട്ട് ആ വേരിയബിൾസിന് ചേഞ്ച് വരുത്തിയാൽ മതി. അങ്ങനെ നമുക്ക് ആ പ്രോസസ്സിനെ തിരിച്ച് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്കതിനെന്ത് വിളിക്കാം? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കാം. എ തെർമോഡൈനാമിക് പ്രോസസ് ഈസ് കോൾഡ് റിവേഴ്സിബിൾ പ്രോസസ് ഇഫ് ദ പ്രോസസ് ക്യാൻ ബി ടേൺ ബാക്ക് such that both the system and the surroundings return to their original state. സിസ്റ്റവും സറൗണ്ടിങ്സും അതിൻ്റെ ഒറിജിനലിലേക്ക് തിരിച്ച് വരുമെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എസ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇനി എന്താണ് ഒരു ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്? ഓൾറെഡി പറഞ്ഞതല്ലേ. അപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സിന് നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാം. കാരണം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ അതിനെ സ്റ്റാർട്ടിങ് പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ റിവേഴ്സിബിൾ അറിയാമല്ലോ, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇറിവേഴ്സിബിൾ ആണെങ്കിലോ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, പക്ഷെ മൊത്തത്തിലൊരു ചേഞ്ച് വരുത്തേണ്ടി വരും. ദ പ്രോസസ് കനോട്ട് ബി റിവേഴ്സ് ബാക്ക് സച്ച് ദാറ്റ് ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് റിട്ടേൺ ടു ദർ ഒറിജിനൽ സ്റ്റേറ്റ് വിത്ത് നോ അതർ ചേഞ്ചസ് എനിവെയർ എൽസ് ഇൻ ദ യൂണിവേഴ്സ്. അവിടെ പറഞ്ഞതിനകത്തൊരു നോ ചേർത്താൽ മതി. കനോട്ട് ബി. അവിടെ ക്യാൻ ബി ആണെങ്കിൽ ഇവിടെ കനോട്ട് ബി. അതായത് സിസ്റ്റത്തിനെ സറൗണ്ടിങ്സിനെ തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ പറ്റില്ല യൂണിവേഴ്സിന് മാറ്റമൊന്നും വരുത്താണ്ട്. പക്ഷേ യൂണിവേഴ്സിന് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് വരുത്താൻ പറ്റുമായിരിക്കും. അത് നമ്മൾ കുറച്ച് വർക്കൊക്കെ ചെയ്യിച്ച് പതുക്കെ നമുക്ക് സമാധാനമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് റിവേഴ്സിബിളിൽ കൂട്ടാൻ പറ്റില്ല. റിവേഴ്സിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിന് മാറ്റം, യൂണിവേഴ്സ് എന്ന് വെച്ചാൽ ചുറ്റുമുള്ളത് കേട്ടോ. ബാക്കിയുള്ള നമ്മൾ സിസ്റ്റം സറൗണ്ടിങ്സ് ഒഴികെ ബാക്കിയുള്ളതാണ് ഇത് യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിന് മാറ്റം വരുത്താതെ നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല. ഇപ്പോൾ ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസൊക്കെ തന്നെ എക്സ്പാൻഡ് ചെയ്യും. അതിന് തിരിച്ചു കൊണ്ടുവന്നെങ്കിലോ വർക്ക് ചെയ്യേണ്ടി വരും നമ്മൾ അതിനകത്തേക്ക്. അപ്പോൾ വർക്ക് ചെയ്യാണ്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നില്ല. അതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. അടുത്തത് കാർനട്ട് എഞ്ചിനാണ് ലാസ്റ്റത്തെ ടോപ്പിക്. കാർനട്ട് എഞ്ചിൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാർനട്ട് എഞ്ചിനുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താണ്? കാർനട്ട് എഞ്ചിനുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് ഐഡിയൽ ഗ്യാസ് ആയിരിക്കും. PV = NRT ഇക്വേഷൻ ഇല്ലേ, അതൊക്കെ ഫോളോ ചെയ്യുന്ന ഗ്യാസാണ് ഐഡിയൽ ഗ്യാസ്. കാർനട്ട് എഞ്ചിനുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് ഐഡിയൽ ഗ്യാസാണ്. ഇനി കാർനട്ട് എഞ്ചിൻ്റെ അകത്ത് എന്തൊക്കെ പ്രോസസ്സുകളാണെന്ന് നോക്കാം. കാർനട്ട് എഞ്ചിനിൽ 4 പ്രോസസ്സുണ്ട്. ഇപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് എടുത്തെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഒരു ഐഡിയൽ ഗ്യാസ് ഉണ്ട്. നിങ്ങൾ ആദ്യം ആ ഐഡിയൽ ഗ്യാസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. ശ്രദ്ധിച്ചോളെ, ഐഡിയൽ ഗ്യാസിനെ നമ്മൾ ആദ്യം എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെ? ഐസോതെർമലി. അതാണ് ഇത് ഈ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് കൊടുത്തേക്കുന്നത് കണ്ടല്ലേ, ഇതാണ് ഐസോതെർമൽ എക്സ്പാൻഷൻ. ഇവിടെയാണ് 1, ഇതാണ് ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. 1 നിന്ന് 2 പോകുന്നത് എന്താണ്? 1 to 2 എന്താണ്? ഐസോതെർമൽ എക്സ്പാൻഷനാണ്. എക്സ്പാൻഡ് ചെയ്യും. എങ്ങനെ? ഐസോതെർമലിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇതൊരു ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വന്നേക്കുന്നുണ്ട്. ഈ വരയില്ലേ, ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വന്നേക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ അഡേബാറ്റിക് ആകുമ്പോഴോ 2 to 3 അഡേബാറ്റിക്കാണ്. അഡേബാറ്റിക്കിൻ്റെ അകത്ത് എക്സ്പാൻഷൻ തന്നെ ആദ്യം ചെയ്യുന്നത്, പിന്നെ ഐസോതെർമൽ കംപ്രഷൻ, അഡേബാറ്റിക് കംപ്രഷൻ, അങ്ങനെ അവസാനം അത് ഒരേ സ്ഥലത്ത് തുടങ്ങിയ സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തും. അതാണ് കാർനട്ട് സൈക്കിൾ. തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തണ്ടേ. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചോളണം. ആദ്യം ഐസോതെർമൽ എക്സ്പാൻഷൻ, പിന്നെ അഡേബാറ്റിക് എക്സ്പാൻഷൻ, പിന്നെ ഐസോതെർമൽ കംപ്രഷൻ, അത് കഴിഞ്ഞിട്ട് അഡേബാറ്റിക് കംപ്രഷൻ. ഇനി അടുത്തൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേഷൻ ചോദിക്കും നമ്മളോട്. ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്. കാർനട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി വെച്ചുള്ളൊരു ഡെറിവേഷൻ. കാർനട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ എഴുതിയപ്പോൾ ഒരു കാര്യം ഇവിടെ എഴുതാനുണ്ടായിരുന്നു. ഈ ഇക്വേഷനില്ലേ, NRT ln V2/V1, പിന്നെ ഇവിടെ P2V2 - P1V1 ആ ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതും കൂടെ നമുക്കിവിടെ എഴുതാനുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഈ P2V2 - P1V1 / 1 - ഗാമ ഇല്ലേ, അവിടെ ഒരു ഇക്വേഷൻ കൊണ്ട് എഴുതാനുണ്ട്. ഈ P2V2 എന്ന് പറഞ്ഞാൽ എന്താ? PV എന്താ? NRT അല്ലേ. അപ്പോൾ P2V2 എന്തായിരിക്കും? NRT2 അല്ലേ. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാമായിരുന്നല്ലോ. P2V2 NRT2 - P1V1 NRT1 / 1 - ഗാമ എന്ന് എഴുതാമല്ലോ.
ഇതിൽ നിന്ന് NR കോമൺ എടുക്കാമല്ലോ. NR ഇൻറ്റു T2 മൈനസ് T1 ബൈ 1 മൈനസ് ഗാമ. ഇങ്ങനെയൊന്നും എഴുതാമല്ലോ. പ്രത്യേകിച്ചൊന്നുമില്ല. P2 V2 വരെ NR T2 P1 V1 വരെ NR T1 എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഉപയോഗിക്കേണ്ടി വരും. ഫസ്റ്റത്തത് കറണ്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിയാണ് ചോദിച്ചേക്കുന്നത്. കറണ്ട് എഞ്ചിൻ്റെ പടം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കറണ്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഓരോരോ സ്റ്റെപ്സ് എഴുതാം. ഐസോതെർമൽ എക്സ്പാൻഷൻ, ഓക്കെ, അതിൻ്റെ വർക്ക് എഴുതാം. ശ്രദ്ധിച്ചോളെ, ഫസ്റ്റത്തത് ഐസോതെർമൽ എക്സ്പാൻഷനാണ് കേട്ടോ. ഐസോതെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ അവിടുത്തെ എഫിഷ്യൻസി ചോദിച്ചേക്കുന്നത്, എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഡിവൈഡ് ബൈ വർക്ക്, അല്ലെ, വർക്ക് ഡിവൈഡ് ബൈ നമ്മൾ കൊടുക്കുന്ന ഹീറ്റാണ് കേട്ടോ എഫിഷ്യൻസി. നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ഐസോതെർമൽ എക്സ്പാൻഷനാണ്. ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കുറച്ച് ഹീറ്റ് കൊടുക്കും. ഓക്കെ, അത് നമ്മുടെ വർക്കൊക്കെ ഈക്വലാണ്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു വർക്ക് 1 to 2 ഈസ് ഈക്വൽ ടു നമ്മളവിടെ കൊടുക്കുന്ന ഹീറ്റ് ഈസ് ഈക്വൽ ടു ഐസോതെർമലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഐസോതെർമലിൻ്റെ ഇക്വേഷൻ എന്ന് കാണിച്ചു തരാം. ഇതാണ് ഐസോതെർമലിൻ്റെ ഇക്വേഷൻ. NRT ln V2 by V1. NRT ln V2 by V1. ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരുന്നു ഐസോതെർമലിൻ്റെ? T1 അല്ലേ, 1 to 2. ടെമ്പറേച്ചറിന് വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ വരും. NRT ln V2 by V1 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ NRT ln V2 by V1 അകത്ത് ടെമ്പറേച്ചർ T1 ആയതുകൊണ്ട് NRT1 ln V2 by V1 എന്നാണ് ഫസ്റ്റത്തെ ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. രണ്ടാമത്തെ ആരായിരുന്നു? അഡേബാറ്റിക് എക്സ്പാൻഷൻ. അഡേബാറ്റിക് എക്സ്പാൻഷൻ. ഓക്കെ, അഡേബാറ്റിക് എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഹീറ്റൊന്നും കൊടുക്കണില്ല, അവിടെ വർക്ക് മാത്രമേ ഉള്ളൂ. കാരണം അഡേബാറ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് 0ആണ്, അവിടെ ഹീറ്റില്ല. സോ അവിടെ നമുക്ക് വർക്ക് 2 to 3 വരണം. അഡേബാറ്റിക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരെണ്ണം എഴുതിയായിരുന്നു, കണ്ടല്ലേ? NR by 1 minus gamma into T2 minus T1 അതാണ് എഴുതാൻ പോകുന്നത്. ഓക്കെ, NR by 1 minus gamma into T2 minus T1 അതെഴുതാം. അതിങ്ങനെ വരും. NR by 1 minus gamma into T2 minus T1 അല്ലേ? അത് രണ്ടാമത്തെ ഏതാ? T2. ആദ്യത്തേത് T1. ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ? സോ T2 minus T1 എന്നാണ് കേട്ടോ. അപ്പോൾ NR by 1 minus gamma into T2 minus T1 എന്ന് കിട്ടും. ഇനി അടുത്തത് ഐസോതെർമൽ കംപ്രഷൻ. അടുത്തത് ഐസോതെർമൽ കംപ്രഷനാണ്. ഐസോതെർമൽ കംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനർജി ഇങ്ങോട്ട് റിലീസ് ചെയ്യും. അപ്പോൾ അവിടുത്തെ വർക്ക് നോക്കണം കേട്ടോ. വർക്ക് 3 to 4 ആണ്. അവിടുത്തെ നമുക്ക് Q2 എന്ന് എഴുതാം. അവിടുത്തെ ഹീറ്റിന് നമുക്ക് എന്തെഴുതാം? Q2 എന്ന് എഴുതാം. ഇവിടുത്തെ ഹീറ്റ് Q2 ആണ്. സോ നമുക്ക് Q2 എന്ന് എഴുതാൻ. Q2 കംപ്രഷൻ അല്ലേ? സോ അവിടെ ഇങ്ങനെ വരും. Q2ൻ്റെ എന്തായിരുന്നു മൂന്നാമത്തെ പടം നോക്കി അറിയാലോ. 3 to 4 ആണ്. 3 to 4 ടെമ്പറേച്ചർ ആരാ? T2. ഇവിടെയും T2 തന്നെ ഉണ്ടല്ലേ. പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. മേളിൽ NR T1 ആയിരുന്നെങ്കിൽ ഇവിടെ എന്തായിരിക്കും? NR T2 ആയിരിക്കും. ln വോളിയം എന്താണ്? വോളിയം ശ്രദ്ധിച്ചു നോക്കിയേ. ഫൈനൽ ഏതാ? V4 V3. അവസാനത്തിൽ നിന്ന് ആദ്യത്തെയാണ് ഡിവൈഡ് ചെയ്യണം. നേരത്തെ V2 by V1 എന്നായിരുന്നില്ലേ? ഇത്തവണ V4 by V3 ആയിരിക്കും. NR T2 ln V4 by V3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഐസോതെർമൽ കംപ്രഷൻ എഴുതി. ഇനി അടുത്ത് എഴുതേണ്ടത് അഡേബാറ്റിക് കംപ്രഷനാണ്. അഡേബാറ്റിക് കംപ്രഷനാണ്. അഡേബാറ്റിക് കംപ്രഷൻ എന്ന് വെച്ചാൽ അഡേബാറ്റിക്കിൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക, അത്രേ ഉള്ളേ. നമുക്ക് W4 to 1 എന്ന് എഴുതാം. W4 to 1. ഓക്കെ, W4 to 1 അതാണ് അഡേബാറ്റിക് കംപ്രഷൻ. അഡേബാറ്റിക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? NR by 1 minus gamma into T2 minus T1 എന്നാണ്. അപ്പോൾ NR by 1 minus gamma into T2 minus T1 എന്നാണല്ലോ. NR by 1 minus gamma into T2 minus T1. T2 എന്ന് വെച്ചാൽ രണ്ടാമത്തെ ആൾ കേട്ടോ. ശ്രദ്ധിച്ചോളാം, ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇത് 4 to 1 ആണ്.
അവസാനത്തെ ടെമ്പറേച്ചർ ഏതാ? T1. അവിടെ ശ്രദ്ധിച്ചോളാം, T1 അതിന് മുമ്പുള്ള T2 ആണ്. ഇവിടെ ഇപ്പോൾ തിരിഞ്ഞാണ് പറയണത്. അതായത് നമ്മൾ നേരത്തെ T2 - T1 എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? കാരണം അവസാനം T2 വന്നു, ആദ്യം T1 വന്നു. സോ T2 - T1. പക്ഷേ ഇവിടെ അവസാനം T1ഉം ആദ്യം T2 ആണ്. ഈ 4 ആണല്ലോ കേട്ടോ, 4 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് T1 - T2 ആയിരിക്കും. (1 - gamma × T1 - T2). പിന്നെ മറ്റേതോടൊന്ന് കണക്ട് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യും, ഒന്ന് തിരിച്ചിടും. ഫ്രണ്ടിലൊരു മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെഴുതാൻ പറ്റും. (1 - gamma × T2 - T1 എന്ന് എഴുതാം. മറ്റേ ഇക്വേഷൻ പോലെ തന്നെയായി. അതുകൊണ്ട് ഉപകാരമുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ വർക്ക് എടുക്കാം. ഓക്കെ, ടോട്ടൽ വർക്ക് നമുക്ക് എടുക്കാൻ പറ്റും. ടോട്ടൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിട്ട് ടോട്ടൽ വർക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് നമുക്ക് W എന്ന് വിളിക്കാവേ. ടോട്ടൽ വർക്ക് W = എല്ലാം കൂടെ ആഡ് ചെയ്യാം. W1 to 2 + W2 to 3 + W3 to 4 + W4 to 1 എല്ലാം കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ W1 to 2 എന്തായിരുന്നു? nRT1 ln V2/V1 എഴുതി വെക്കാം. nRT1 ln V2/V1. അടുത്ത് W2 to 3യോ? W2 to 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nR/1 - gamma × T2 - T1. nR/1 - gamma × T2 - T1. ഇതാണ് W2 to 3. അടുത്ത് പ്ലസ് അടുത്തത് nRT2 ln V4/V3 ആയിരുന്നു. ഇതാണ് അടുത്തത്. ഓക്കെ, ഇനി ലാസ്റ്റത്തത് ശ്രദ്ധിച്ചോളേ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഫ്രണ്ടിലൊരു മൈനസ് എഴുതിയിട്ടുണ്ട്. W4 to 1 മൈനസ് nR/1 - gamma × T2 - T1. ശ്രദ്ധിച്ചു നോക്കിയേ, മേളിൽ പ്ലസ് nR/1 - gamma × T2 - T1, താഴെ മൈനസും ഉണ്ട്. രണ്ട് കട്ട് ചെയ്ത് കളയാം. ഇത് രണ്ടും കട്ടായി പോകണം. അത് എഴുതി വെക്കണം അവിടെ. ഓക്കെ, ഇനി ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? nRT1 ln V2/V1 + nRT2 ln V4/V3 എന്ന് കിട്ടും നമുക്ക്. ഓക്കെ, നമുക്കിവിടെ എഴുതി വെക്കാം. അപ്പോൾ ടോട്ടൽ വർക്ക് W = nRT1 ln V2/V1 മൈനസ് പ്ലസ് nRT2 ln V4/V3. ഞാൻ ഇതും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. nRT1 ln V2/V1 മൈനസ് ശ്രദ്ധിച്ചോളേ nRT2 ln, ഇപ്പോൾ ഫ്രണ്ടിലൊരു മൈനസ് ഇടുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് വേണ്ടേ? ഇവിടെ ഇത് V3/V4 എന്ന് വരും. ഓക്കെ, nRT2 ln V3/V4 എന്ന് വന്നു. ഇനി നമുക്ക് എഫിഷ്യൻസി എന്താണെന്ന് നോക്കാം. എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? എഫിഷ്യൻസിയുടെ ഇക്വേഷൻ വന്നിട്ട് വർക്ക് ഡിവൈഡഡ് ബൈ, എഫിഷ്യൻസിയുടെ സിമ്പിൾ ഇതാണ്, ഇങ്ങനെ വരും. എഫിഷ്യൻസിയുടെ സിമ്പിൾ വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് ഇൻപുട്ട് ആയിരിക്കും. എഫിഷ്യൻസി എപ്പോഴും ഇതാണ് കേട്ടോ, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ വർക്ക് ഔട്ട്പുട്ട് എന്താ? ഇത് എഴുതി വെച്ചാണ് വർക്ക് nRT1 ln V2/V1 മൈനസ് nRT2 ln V3/V4. ഇതാണ് എഫിഷ്യൻസി. ഇത് വർക്ക് ഡിവൈഡ് ബൈ ഹീറ്റ് ഇൻപുട്ട്. എന്തായാലും നമ്മൾ കൊടുത്തത് എത്ര? Q1 അല്ലേ? Q1 ആണ് നമ്മൾ കൊടുത്തത്. Q1 നമ്മളിവിടെ ആദ്യം എഴുതിയത് കേട്ടോ. ഇവിടെ ഈ nRT1 ln V2/V1 ഇല്ലേ, അതാണ് Q1. nRT1 ln V2/V1 നമ്മൾ ആദ്യം കൊടുത്ത ഹീറ്റ് അല്ലേ, അതാണ് നമ്മുടെ ഹീറ്റ് ഇൻപുട്ട്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് രണ്ടുകൂടെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. nRT1 ln V2/V1 താഴത്തെ nRT1 ln V2/V1 കട്ടായിപ്പോൾ അപ്പോൾ ഇങ്ങനെ വരും 1 മൈനസ് nRT2 ln V3/V4 ഡിവൈഡഡ് ബൈ nRT1 ln V2/V1 എന്നും കിട്ടും. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ V3/V4 V2/V1 സെയിം ആയിരിക്കും. ഓക്കെ, അവിടെ എഴുതി വെക്കണം.
V3/V4 ഈസ് ഈക്വൽ ടു V2/V1. എഫിഷ്യൻസിയുടെ സിമ്പിൾ ഇതാണ് എഫിഷ്യൻസിയുടെ സിമ്പിൾ. അപ്പം മേളിലുള്ള V3/V4ഉം താഴെയുള്ള V2/V1 എന്തായിരിക്കും? സെയിം ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് NR T2/NR T1. കാരണം രണ്ടും ഈക്വൽ ആണ്ട് കട്ടായിപ്പോവും. ഇനി NR ഈക്വൽ ആണ്ട് അതും കട്ടായിപ്പോവും. ബാലൻസ് ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1 മൈനസ് T2/T1 കിട്ടും. ഇനി ലാസ്റ്റത്തെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ പഠിച്ചതാണ്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? 1 മൈനസ് T2/T1 ആണ്. ഓക്കെ, ഇതിനകത്തേക്ക് കൂടുതലാണ് നോക്കണ്ട. എഫിഷ്യൻസി ഓഫ് എ ഹീറ്റ് എഞ്ചിൻ വർക്കിംഗ് ബിറ്റ്വീൻ ഐസ് പോയിൻറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 273 കെൽവിനാണ്. 273 കൂട്ടിയാൽ മതി. 100 എന്ന് വെച്ച് കഴിഞ്ഞാലോ